നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ടാ ഞാൻ ഈ കാര്യം നേരത്തെ ചെയ്തു വെച്ചത്. ഭാവനയ്ക്കും സൂര്യയ്ക്കും ഒരു കുഞ്ഞിനെ കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ ഞാനും കൂടെ ചേർന്ന മാനസയുടെ ജീവിതം നശിപ്പിച്ചത്. ഇപ്പോഴെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഞാൻ തന്നെ ഖേദിക്കേണ്ടി വരും. അതെ, അവിടെ നിന്ന് നീ പറഞ്ഞാലും ശരി തന്നെ. പക്ഷെ ഇവിടെ നീ ചെയ്തത് തെറ്റാ, അതാദ്യം മനസ്സിലാക്ക. അതെ, മാനസിക കുടുംബത്തിന് വേണ്ടി ചെയ്തത് നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ ഇപ്പൊ നീ ചെയ്തതൊന്നും രഹസ്യമായിട്ട് ചെയ്യേണ്ടതല്ല. ഇടി ഭാവന സൂര്യ ഇവര് പറയുമ്പോ എത്രമാത്രം വിഷമിക്കുമെന്ന് നിനക്കറിയോ? ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യാറുള്ള ഭർത്താവോ മകനോ മരുമകളോ ഈ വീട്ടിലില്ലല്ലോ. ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നീ ചെയ്തതിൽ ന്യായം ഉണ്ടായിരുന്നു. അതെ, ഇവിടെ എല്ലാവരും ഈ വീട് മാനസിക കൊടുക്കാൻ സമ്മതിച്ചു തന്നെ. പക്ഷെ നിന്റെ തന്നിഷ്ടത്തിൽ ഓരോന്ന് ചെയ്യുന്നത് തന്നെ നിന്റെ പരാജയം. അതാദ്യം നീ ഒന്നും മനസ്സിലാക്കുന്നു. ഞാൻ എന്റെ മോനോടോ മരുമോനോടോ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. അതിന് നീ ഇങ്ങനെയൊക്കെ പെരുമാറ. ഒരു കുടുംബത്തെ കൈവെള്ളയിൽ കൊണ്ടുനടക്കുന്നവളെ ഭാര്യ. പക്ഷെ നീ ഇവിടെ ചെയ്യുന്നതോ? ഇപ്പൊ അടുത്ത തലവേദന വന്നിരിക്കുന്നു. എവിടെയോ കിടന്ന ഒരാൾ മാനസികയുടെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അല്ല ജയ, ഇത് എവിടെ തുടങ്ങി ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നു? നീ ചിന്തിച്ചിട്ടുണ്ടത്? അവസാനം തിരിഞ്ഞു നോക്കുമ്പോ നീ ചെയ്തു വെച്ചതെല്ലാം അബദ്ധങ്ങൾ മാത്രമാണെന്ന് നിനക്ക് മനസ്സിലാവും. തുടക്കത്തിലെ നിന്നെ ഞാൻ നിയന്ത്രിച്ചിരുന്നെങ്കില് ഒരിക്കലും ഇതുപോലുള്ള തെറ്റുകൾ സംഭവിക്കില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. എന്താ ഇപ്പൊ നീ ചെയ്താൽ ശരിയെന്ന് നിനക്ക് തോന്നണ്ടോ? തോന്നുന്നുണ്ടോന്ന്? ഇത്തരം പ്രവൃത്തികളാ ചെയ്യ എത്ര വലിയ കുടുംബങ്ങളെയും ശിഥിലമാക്കുന്നേ. ഭർത്താവിന്റെ ഉപദേശം കേൾക്കുന്നതുകൊണ്ടോ ഭർത്താവിന് അനുസരിക്കുന്നതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് ആ കുടുംബത്തിന് ഐശ്വര്യം മാത്രമേ ഉണ്ടാവൂ. ഇനി ഈ സുനിൽ ശർമ്മയുടെ പേരിൽ എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ലക്ഷണം കണ്ടിട്ട് അവസാനം നീയും പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ജയ. അതുകൊണ്ട് ആലോചിച്ചും കണ്ടും ഓരോന്നും ചെയ്ത നിനക്ക് കൊള്ളാം. സ്വന്തം മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്രമാത്രം വേസ്റ്റാ ഇന്ന് ഓരോ ജീവിതവും. എന്താ ഇനി നിനക്കൊന്നും പറയാനില്ലേ? സൂര്യ പിണങ്ങി മാറി നിൽക്കുന്ന ദേഷ്യത്തില ഞാനിതൊക്കെ ചെയ്തത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും സ്വന്തം കുടുംബം നിലനിർത്തുമെന്നുള്ള ചിന്തയിൽ ജീവിക്കേ. അപ്പോ നിനക്ക് നേട്ടങ്ങളല്ലാതെ കോട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഭാവനയെ ഒന്ന് വിളിക്കട്ടെ. ഓഹോ, അപ്പൊ മോനെ വിളിക്കുന്നില്ല അല്ലേ? തൽക്കാലം വിളിക്കുന്നില്ല. ഞാൻ അവന്റെ അച്ഛനല്ലേ, അത്ര വാശി അവനും പാടില്ല. ഭാവന സുനിൽ ശർമ്മയുടെ കേസിൽ ഇടപെട്ടതുകൊണ്ടാ അവളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നേ. എന്തായാലും നീ മാനസികം ഒന്ന് സൂക്ഷിച്ചോ. ഒരു അവകാശി തേടി വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ എന്ത് സംഭവിക്കാം? സൂര്യ, ദേ അങ്കിള. എടാ, ഭാവന എടുത്തുണ്ടോ? ഉണ്ട് സാർ. കൊടുക്കണോ? വേണ്ട, നീ സ്പീക്കറിൽ ഇട്ടാ മതി. പറയാ സാർ. എന്താ? വീട് നമ്മുടെ വീടാകിയ പ്രശ്നത്തിലേക്കാണല്ലോടാ. എന്താ സാർ? സുനിൽ ശർമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഒന്നൊന്നര ഫ്രോഡാണെന്ന്. സ്വാമിമാരുടെ വില കളയാനായിട്ട് കാഷായ വേഷം ധരിച്ച് അവൻ വന്നിരിക്കുന്നേ. അങ്കിളെ അയാൾ എന്താ പറയുന്നേ? എന്തിനാ അങ്ങോട്ട് വന്നേ? മാനസികം കൊണ്ടേ പോകുന്ന അവൻ പറയുന്നേ. പിന്നെ വേറെ ചില കാര്യങ്ങളൂടി പറയാനുണ്ട്. അത് ഫോണിലൂടെ വേണ്ട. ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാച്ച. എന്താ അവന്റെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. വേണ്ട, നീ വരണ്ട.
വന്നാൽ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിയും. ഭാവന ഇട്ടാ മതി. എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അപ്പൊ നീ വന്നാ മതി. ശരി അച്ഛാ, ഭാവനയെ പറഞ്ഞേക്കാം. ഭാവന വരും. ആ ഓക്കെ, എന്നാ താമസിക്കാതെ വേഗം ഭാവനയോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി അങ്കിൾ, ശരി. എന്താ സൂര്യ നമ്മളെ കേൾക്കുന്നേ? അവനെന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വന്നത്? വേറെന്തോ പറയാനുണ്ടെന്നും അങ്കിള് പറഞ്ഞല്ലോ. താൻ എന്തായാലും ചെല്ലേ. എന്താ അവന്റെ ഉദ്ദേശം ഒന്ന് അന്വേഷിക്കാം. അവൻ വന്ന വിവരം അവന്റെ പേരൻസിനെ അറിയിക്കണ്ടേ? ആദ്യം താൻ അവനെ പോയെന്ന് കാണ്, എന്നിട്ട് അവരെയൊക്കെ അറിയിച്ചാൽ മതി. ഇനി അവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണെന്ന് എങ്ങനെ അറിയും? വിശ്വസിക്കാൻ പറ്റില്ല സൂര്യ. എന്തൊക്കെയോ ദുരൂഹതകൾ മാനസയുടെയും സുനിലിന്റെയും പിന്നിലുണ്ടെന്ന് സൂര്യ പറഞ്ഞില്ലേ? അതൊക്കെ സത്യം തന്നെയാ സൂര്യ. മാനസിനി പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട ഭാവന. നമ്മളത് പുറത്ത് കാണിക്കാതിരുന്നാ മതി. അതെ സൂര്യ, അതാ നല്ലത്. എനിക്കിപ്പോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. മാനസ വിളിച്ചിട്ടാവണം സുനില് ഇത്ര പെട്ടെന്ന് വെളിച്ചത്തേക്ക് വന്നത്. അതെ ഭാവന, മാനസയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് മാനസ തന്നെയായിരിക്കും സുനിലിനെ വിളിച്ചു വരുത്തിയത്. എന്തായാലും ഇനി അവളുടെ അഭിനയം എന്റെ അടുത്ത് നടക്കില്ല സൂര്യ. അഭിനയിക്കട്ടെ ഭാവന, നമ്മളും അഭിനയിച്ചാ പോരെ. മാനസയുടെ ഡെലിവറി കഴിയുന്നവരെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ഭാവന. ഇനി കുഞ്ഞിന്റെ DNA ടെസ്റ്റ് കഴിയുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. താനെന്തായാലും ചെല്ല്. എന്തൊക്കെയാണെന്ന് പോയിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരി സൂര്യ. സുനിൽ, സുനിൽ, എന്താ ഉദ്ദേശം? ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാനാണോ?